കോൺട്രാക്ട് മാരേജ് ഭാഗം 86. എബിനെ കണ്ടതു മുതൽ ഭദ്രയ്ക്ക് അവനെപ്പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹം തോന്നിയെങ്കിലും ശിവൻ എങ്ങനെ അതിന് പ്രതികരിക്കുമെന്നറിയാത്തതുകൊണ്ട് അവളൊന്നും കൂടുതൽ അവനോട് പറയാൻ പോയില്ല. പക്ഷെ അവളുടെ മനസ്സിൽ ചെറിയൊരു മാറ്റമുണ്ടെന്ന് ശിവൻ അറിയാം. ശിവേട്ടൻ അറിയാമോ എബിൻ്റെ വീട്ടുകാരെയൊക്കെ? ലാപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നവൻ പെട്ടെന്നുള്ള അവളുടെ ചോദ്യം കേട്ട് അവൻ ലാപ്പിൽ നിന്ന് മുഖം മാറ്റി അവളെ നോക്കി. എന്താ പെട്ടെന്നൊരു ചോദ്യം? ഒന്നുമില്ല, വെറുതെ അറിയാൻ ചോദിച്ചതാ. അവനൊന്ന് അമർത്തി മൂളി. എന്തൊക്കെ പറഞ്ഞാലും അവളെ ഉപദ്രവിക്കാൻ നോക്കിയത് മറക്കാൻ ശിവൻ അത്ര വേഗം കഴിയില്ലായിരുന്നു. പുറമേ കാണിച്ചില്ലെങ്കിലും എബിനെ അവൻ്റെ അവസ്ഥ മനസ്സിലാക്കി ജോലിയൊക്കെ കൊടുത്ത് സഹായിച്ചെങ്കിലും സത്യം അതായിരുന്നു. അവൻ്റെ മനസ്സിൽ മാത്രം ഒതുങ്ങുന്നൊരു കാര്യം. ശിവേട്ട, അവനൊന്നും മിണ്ടാതെ ലാപ്പിലേക്ക് തന്നെ മുഖം താഴ്ത്തുന്ന കണ്ടവൾ മറുപടി കിട്ടാനായി വിളിച്ചു. അവൻ്റെ കാര്യം കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവനോട് തന്നെ ചോദിക്കണം. കള്ളം പറയില്ലേ? എനിക്കറിയാം ശിവേട്ടൻ അറിയാമെന്ന്. പക്ഷേ എന്നോടെന്തുകൊണ്ടോ പറയാൻ മടിക്കുന്നു. എന്തിനാണതെന്ന് എനിക്കറിയില്ല. എന്നെ അന്ന് ഉപദ്രവിക്കാൻ നോക്കിയതിൻ്റെ ദേഷ്യം ഇപ്പോഴുമില്ലേ അയാളോട്? പുറമേ ഇല്ലെന്ന് പറയുമ്പോഴും അതെ, അത് തന്നെയാ കാര്യം. അതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചിട്ട് ഉത്തരം പറയാത്തത്. അവൻ്റെ അവസ്ഥ കണ്ട് അവന് ഞാൻ ഓരോന്ന് ചെയ്തു കൊടുത്തെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് അവൻ നിന്നോട് ചെയ്തതും ചെയ്യാൻ പോയതുമൊക്കെ. അതൊന്നും അത്ര വേഗം മറന്ന് അവനോട് അടുപ്പം കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവൻ്റെ വാക്കുകളിൽ വല്ലാത്ത ഗൗരവമായിരുന്നു. ഭദ്ര ഒരു നിമിഷം അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. കുറച്ച് നേരത്തേക്കാണെങ്കിലും ഞാൻ അനുഭവിച്ച വേദന, ടെൻഷൻ അതൊന്നും അവന് മനസ്സിലാവില്ല. നിനക്കെന്തെങ്കിലും പറ്റുമോ എന്നുള്ള ആദിയോടെയാണ് ഓടിപ്പാഞ്ഞ് നിനക്കരികിലേക്ക് വന്നത് തന്നെ. നീ എവിടെയാണെന്നറിയാതെ അലഞ്ഞ സമയങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ ഭദ്ര എനിക്ക്? നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്ന കാര്യങ്ങളായിരുന്നില്ല. ഭദ്രയ്ക്ക് അവൻ്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലായിരുന്നു. അവൻ്റെ മുഖത്തെ ഭാവം അവൾക്ക് അവനോട് അലിവ് തോന്നി. പാവം, എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഈ മനുഷ്യൻ. ഇഷ്ടത്തോടെ കടന്നു വന്നതല്ല എന്നിട്ടും അവസാനം ഇഷ്ടത്തോടെ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അതും അത്രമേൽ തീവ്രമായി. സ്നേഹിച്ച് ഒന്നിച്ചവരെക്കാൾ എത്ര മനോഹരമാണ് ഞങ്ങൾ ജീവിക്കുന്നത്, സ്നേഹിക്കുന്നത്. പ്രാണനെ പോലെയല്ലേ എന്നെ കൊണ്ടു നടക്കുന്നത്. ഭദ്ര, അവൻ മെല്ലെ അവളുടെ കൈയെടുത്ത് തൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി ചുണ്ടുകൾ അവളുടെ കയ്യിൽ പതിപ്പിക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ്റെ സ്നേഹം കണ്ടാണെന്ന് മാത്രം. അത്രമേൽ തന്നെ സ്നേഹിക്കുന്ന ഒരുവൻ. ഉടനെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. ഇനിയും അവൾക്ക് അടക്കി നിർത്താൻ കഴിയില്ലായിരുന്നു അവനോടുള്ള സ്നേഹം. മടിയിലിരിക്കുന്ന ലാപ്പെടുത്ത് ബെഡിലേക്ക് വെച്ചിട്ട് തിരികെ അവളെ അവനും പുണർത്തും. കുറച്ചു നേരം അതേ ഇരിപ്പിരുന്ന് രണ്ടാളും. ശിവേട്ട, അവൾ പതിയെ അരുമയായി അവൻ്റെ കാതോരം പിടിച്ചതും ശിവൻ്റെ ദേഹം ഒന്ന് വിറച്ചു. അവളെ വരിഞ്ഞു മറക്കി പിടിച്ചതും അവൾ അവനിലേക്ക് കൂടുതൽ ഒട്ടിയിരുന്നു. നമുക്ക് എവിടേക്കെങ്കിലും പോകാം, 2 ദിവസത്തേക്ക്, 2 ദിവസത്തേക്ക് മാത്രം, ഞാനും ശിവേട്ടനും മാത്രമായി. അവളുടെ ആഗ്രഹം അവനോട് തുറന്നു പറഞ്ഞതും അത് കേട്ട് അവൻ്റെ മിഴികൾ വിടർന്നു. പെടുന്നിനെ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. രണ്ടാളുടെയും കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. ഹണിമൂൺ? ഒരു ചോദ്യചിഹ്നം പോലെ അവൻ ചോദിച്ചതും അവളുടെ മുഖം നാണത്തിൽ ചുമന്നു കൂമ്പിയടഞ്ഞു. ഇങ്ങോട്ട് നോക്കു പെണ്ണെ. അവളുടെ താടിത്തുമ്പിൽ പിടിച്ച് അവളുടെ മുഖം തനിക്ക് നേരെ നിർത്തി അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കി. മോളെ പറ. അതെ, അവൾ മെല്ലെ തലയാട്ടി പറഞ്ഞതും ചുണ്ട് കടിച്ചു പിടിച്ചൊരു ചിരിയായിരുന്നു അവൻ. ഞാനിത് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നിന്നോട് ചോദിക്കാമെന്ന് കരുതി വന്നപ്പോഴെല്ലാം ഓരോ കാരണം കൊണ്ട് അങ്ങ് വിട്ടുപോയി. അത് സാരമില്ല, നമുക്ക് പോകാമല്ലോ. അവളുടെ മറുപടി കേട്ടതും അവൾ ഉടനെ പറഞ്ഞു. അവൻ്റെ കവളിൽ കൈവച്ച് പ്രണയത്തോടെ ചോദിച്ചതും അവൻ ആ കവളിൽ വെച്ചിരിക്കുന്ന കൈ പതിയെ എടുത്ത് ചുണ്ടോടടുപ്പിച്ചു. അവളുടെ കണ്ണുകൾ ഒന്ന് അടച്ചു തുറന്നതും അത്രമേൽ പ്രണയത്തോടെ അവൾ അവനെ നോക്കി. എവിടെ പോകണം? എനിക്ക് കൊടൈക്കനാൽ പോകണമെന്നുണ്ട്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ടൂറ് പോകില്ലേ, അങ്ങനെ പോയത് അങ്ങോട്ടാണ്. അന്ന് അതൊക്കെ എന്ത് സന്തോഷമുള്ള കാര്യമായിരുന്നോ. നാട്ടിൽ നിന്ന് പുറത്തേക്കുള്ളൊരു യാത്ര. ഇന്ന് വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ ആലോചിക്കുമ്പോൾ തന്നെ സുഖമുള്ള ഓർമ്മയാണ്. അന്ന് പക്ഷേ അതൊന്നും ഇന്നൊരു ഓർമ്മയായി മാറുമെന്ന് ഓർത്തതോ അറിഞ്ഞതോ പോലുമില്ല. അതുപോലെ തന്നെ കണ്ണിനെ നനയ്ക്കുന്ന സുഖമുള്ള ജീവിതത്തിലെ ഏറ്റവും നല്ല കാലം. അപ്പോൾ ഇപ്പോഴോ? എൻ്റെ കൂടെയുള്ള ഈ കാലം, ഈ ജീവിതം നിനക്ക് സന്തോഷമല്ലേ? അവന് ചെറിയ പരിഭവമുണ്ട് അത് ചോദിക്കുമ്പോൾ. ഇത് മറ്റൊരു ജീവിതമല്ലേ? ഇതിൽ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. ആ കാലവും ഈ കാലവും വ്യത്യസ്തമായ പല ഓർമ്മകളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി എന്നും എനിക്ക് ഓർക്കാനുള്ള ഓർമ്മ. ശിവേട്ടൻ എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. ഇന്ത്യക്ക് പുറത്താണ് കൂടുതലും പോയിട്ടുള്ളത്. ചിലതൊക്കെ ബിസിനസ് ട്രിപ്പ്. പിന്നെ ആഗ്രഹിച്ചു പോയത്. ആഹാ, കൂടെ ആരുണ്ട്? തന്നെയാണോ? അല്ല. അവനൊരു കണ്ണിറക്കി കാണിച്ചതും അവൾ അവനെ തന്നെ കൂർപ്പിച്ചു നോക്കി. ദേ, കള്ളം പറഞ്ഞ് വെറുതെ എന്നെ പിരികേറ്റിയാലുണ്ടല്ലോ.
അവൻ്റെ കഴുത്തിൽ തമാശയ്ക്ക് പിടിച്ച് കുത്തിക്കൊണ്ട് അവൾ പറഞ്ഞതും അവനൊന്ന് ചിരിച്ചുകൊണ്ട് പതിയെ അവളുടെ കൈയെടുത്ത് മാറ്റി. കൊല്ലുമോ പെണ്ണെ, ഞാനൊരു തമാശ പറഞ്ഞതാ, നിനക്കറിയില്ലേ എന്നെ? അങ്ങനെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ കല്യാണം കഴിച്ചേനെ. വെറുതെ തമാശയ്ക്ക് സ്നേഹിച്ച് നടക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. പിന്നെ അവളുടെ ഇഷ്ടം കൂടി നോക്കും. കുറച്ച് കാലം പ്രേമിച്ചിട്ട്. അങ്ങനെയാ എനിക്കും ഇഷ്ടം. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടന്നില്ല. മറ്റു കാര്യങ്ങളിൽ ശ്രദ്ധ പോയതുകൊണ്ടൊന്നും നടന്നില്ലെന്ന് തന്നെ പറയാം. അവളൊന്ന് മൂളി. മനസ്സുകൊണ്ട് അവൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അവൻ മറ്റൊരാളെ ഇഷ്ടപ്പെട്ടില്ലെന്ന് കേൾക്കുന്നത് തന്നെ. എന്തെങ്കിലും സംസാരിച്ച് വരുമ്പോൾ പലപ്പോഴായി അവൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും അത് തന്നെ കേൾക്കുമ്പോൾ സന്തോഷമാണ്. നിന്റെ ചിരി കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. എന്ത്? ഒന്നുമില്ലേ, ഞാനൊന്നും പറഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ തന്നെ പോകാം. എന്തു പറയുന്നേ? നിന്റെ ആഗ്രഹം പോലെ. നമ്മുടെ ആദ്യത്തെ യാത്ര അങ്ങോട്ട് തന്നെ ആവാം. എൻ്റെ ആഗ്രഹം മാത്രം നോക്കാതെ ശിവേട്ടന് ഇഷ്ടം കൂടി പറ. എനിക്കിഷ്ടമാണ്, അതുകൊണ്ടല്ലേ പറഞ്ഞത് പോകാമെന്ന്. പിന്നെ ഇനി അങ്ങോട്ട് നമ്മുടെ രണ്ടുപേരുടെയും ഇഷ്ടമല്ലേ നോക്കേണ്ടത്. പ്രത്യേകിച്ച് എൻ്റെ കെട്ടിയുള്ള ഇഷ്ടം. എനിക്കതാണ് വലുത്. ഞാൻ ഈ ലോകത്ത് ഒരുവിധം നാട്ടിലൊക്കെ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ളതാണ്. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരിടത്തും വേണമെന്നില്ല. പക്ഷെ നിൻ്റെ കൂടെ ആകുമ്പോൾ എവിടേക്ക് വേഗം പോകാനും എനിക്കിഷ്ടമാണ്. പിന്നെ നിൻ്റെ കൂടെ പോകാനാണെങ്കിൽ അത് എത്ര വട്ടം വേണമെങ്കിലും അവിടേക്ക് തന്നെ പോകാനും. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കമല്ലേ. നിനക്ക് പോകാൻ ആഗ്രഹമുള്ള ഇടത്തൊക്കെ തന്നെ ആദ്യം പോകാം. ഇനി അങ്ങോട്ടുള്ള യാത്രകൾ അവിടെ നിന്നാകാം. അതെ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? കിടക്കണ്ടേ? നാളെ രാവിലെ എഴുന്നേൽക്കണം. എന്തിനാ പെണ്ണേ? വിഷുവല്ലേ, നാളെ അമ്പലത്തിൽ പോകണം, കണി കാണണം. ആണോ? ഞാനിതൊന്നും ഓർത്തില്ലല്ലോ. ഇങ്ങനെയുള്ള ദിവസങ്ങൾ പലപ്പോഴും അറിയാറില്ലെന്ന് പറയാം. ഇപ്പോൾ നീ വന്നു കഴിഞ്ഞല്ലേ ഞാനിവിടെ കൂടുതലും നിൽക്കാൻ തുടങ്ങിയത്. അതിനു മുന്നേ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പോലും ഞാൻ ഓഫീസിൽ പോകുമായിരുന്നു. അവിടെ ആരുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പെൻഡിങ് വർക്ക് തീർക്കാൻ. എനിക്ക് അങ്ങനെയുള്ള സ്പെഷ്യൽ ഡേകൾ കുറവായെന്ന് തന്നെ പറയാം. മറ്റുള്ള ദിവസങ്ങൾ പോലെ തന്നെയായിരുന്നു ആ ദിവസവും. അവൻ പറയുന്നതൊക്കെ കേട്ടു നിന്നുകൊണ്ട് തന്നെ അവർക്കുള്ള കിടക്കവരി അവൾ കുടഞ്ഞു വിരിച്ചു. ഇനിയിപ്പോൾ കണി കാണാനൊക്കെ വരാമല്ലോ. നമ്മൾ ഒരുമിച്ചുള്ള ആദ്യത്തെ വിഷുവാണ്. കണക്ക് കൂട്ടിയാൽ ശരിയാവില്ലെങ്കിലും നമ്മൾ സ്നേഹത്തിലായി കഴിഞ്ഞുള്ള ആദ്യത്തെ വിഷു, അങ്ങനെ പറയാമല്ലോ. ഭദ്ര പറഞ്ഞതും അവനൊന്ന് മൂളിക്കൊണ്ട് തലയിണെടുത്ത് ചുമരിലേക്ക് ചാരി വെച്ച് കിടന്നു. ലൈറ്റ് ഓഫാക്കി അവൻ്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടക്കുമ്പോൾ പുറത്തുള്ള നിലാവ് റൂമിനകത്തേക്ക് പ്രകാശം പരത്തുന്നുണ്ടായിരുന്നു. എന്തൊക്കെയോ ഓർമ്മകളിൽ രണ്ടാളും ആ വട്ടത്തിൽ പരസ്പരം മുഖം നോക്കിയതും അവളുടെ മുഖം ചുമക്കുന്നതും അവൻ്റെ നെഞ്ചിലേക്ക് അമരുന്നതും അവിടെ മറ്റൊരു പ്രണയകാവ്യം രചിക്കപ്പെട്ടിരിക്കുന്നു. കണ്ണു തുറക്കല്ലേ, ഇപ്പോൾ എത്തും. ചന്ദ്രിക രണ്ടാളെയും കൂട്ടി കണി കാണിക്കാൻ താഴേക്കിറങ്ങി ചെല്ലുമ്പോൾ കൂടെ അച്ചമ്മയുമുണ്ടായിരുന്നു. അവർക്കിതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. നഷ്ടപ്പെട്ട പലതും അവളിലൂടെ തിരിച്ചു കിട്ടിയിരിക്കുന്നു. ശിവനെ നഷ്ടപ്പെട്ടെന്ന് കരുതിയതാണ്. അവൻ്റെ പെരുമാറ്റവും രീതിയുമൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. കുടുംബത്തിൽ നിന്ന് ഒരുപാട് അകന്നു നിന്നവൻ ഇന്ന് ഒരുപാട് അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ കാലത്തേക്കാളും ഒരുപാട് സ്പെഷ്യലുള്ളതാണ് ഈ വിഷു അവർക്കെല്ലാം. ഇനി കണ്ണു തുറന്നേ രണ്ടാളും. പറഞ്ഞു തീർന്നതും ശിവനും ഭദ്രയും ഒരുമിച്ച് കണ്ണു തുറന്നു. കണ്ണു തുറന്ന ഉടനെ മുന്നിൽ നിൽക്കുന്ന കൃഷ്ണൻ്റെ രൂപത്തിലേക്ക് കണ്ണെടുക്കാതെ ഒരു നിമിഷം നോക്കി നിന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ശിവൻ അടുത്ത് നിൽക്കുന്ന ഭദ്രയെയും ബാക്കിയുള്ളവരെയുമെല്ലാം നോക്കി. ഇനി രണ്ടാളും നേരെ നിന്നേ. അച്ചമ്മയാണ് രണ്ടാൾക്കുമുള്ള കൈനീട്ടം കൊടുത്തത്. ഭദ്രയ്ക്ക് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ അനുഭവം പോലെ അത്രമേൽ മനോഹരമായിരുന്നു ഈ നിമിഷം. അമ്മയ്ക്ക് ശേഷം തനിക്ക് മനസ്സറിഞ്ഞ് സ്നേഹത്തോടെ നൽകിയ കൈനീട്ടം അവൾ മനസ്സറിഞ്ഞ് തന്നെ വാങ്ങിച്ചു. മനസ്സ് നിറഞ്ഞുള്ള ചിരിയോടെ നിൽക്കുന്ന ഭദ്രയെ തന്നെ ശിവൻ നോക്കി. അവളെങ്ങനെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഒരുപാട് വേദനിച്ച് നടന്നിട്ട് അവസാനം അവൾ എത്തപ്പെടേണ്ടിടത്ത് തന്നെ എത്തിപ്പെട്ടിരിക്കുന്നു. ഇനി രണ്ടുപേരും റൂമിലേക്ക് പോയി ഇതൊക്കെ കൊണ്ടുവച്ചിട്ട് വാ. അച്ചമ്മ പറയാൻ കാത്തു നിന്നതുപോലെ ശിവൻ അവളെയും കൂട്ടി മുകളിലേക്ക് കയറിപ്പോയി. അച്ചമ്മ മാത്രമല്ല, ശിവൻ്റെ അച്ഛനും അമ്മയും എല്ലാം അവൾക്കുള്ള കൈനീട്ടം കൊടുത്തു. എല്ലാവർക്കും അവളെ ഇപ്പോൾ വലിയ കാര്യമാണ്. ഇനി എൻ്റെ വക കൈനീട്ടം വേണ്ടേ നിനക്ക്? വേണം. അവൾ ഉടനെ പറഞ്ഞതും ശിവൻ അവളെ അവിടെ തന്നെ നിർത്തിയിട്ട് അലമാരയ്ക്കടുത്തേക്ക് പോയി. ഇന്നലെ താൻ പറഞ്ഞപ്പോൾ ആണ് ശിവേട്ടൻ ഈ കാര്യം അറിയുന്നത് തന്നെ. അപ്പോൾ പിന്നെ അലമാരയിൽ നിന്നൊരു കവറെടുത്ത് അവളുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അതിശയത്തോടെ അവൾ അവനെ നോക്കി. ഈ നേരം വരെ പുറത്തേക്കൊന്നും അവൻ പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇതെന്താ? ഇത് മറ്റൊരവസരത്തിൽ നിനക്ക് തരാൻ വേണ്ടി കരുതി വെച്ചതാ. ഇന്ന് വിഷുവാണെന്നെല്ലാം ഞാൻ അറിയുന്നത് വൈകിയല്ലേ. അപ്പോൾ പിന്നെ ഇത് ഇന്ന് തന്നെ തരാമെന്ന് കരുതി. എന്തേ? അവൾ നിറഞ്ഞ കണ്ണുകളിലേക്ക് മെല്ലെ ഊതി വിട്ടുകൊണ്ടവൻ പറഞ്ഞതും ഭദ്ര അവൻ്റെ നെഞ്ചിലേക്ക് ചാരി നിന്നു. അവൻ്റെ ഷർട്ടിനെ നനയിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ പെയ്തൊഴുകുമ്പോൾ
അവനറിയാം താഴെ വെച്ച് വിങ്ങിപ്പൊട്ടി നിന്നതുകൂടിയാണ് ഈ നെഞ്ചിൽ ഇപ്പോൾ പെയ്തിറക്കുന്നതെന്ന്. അവൻ അവളുടെ തലയിൽ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു, അവളെ സമാധാനിപ്പിക്കും പോലെ.